Good morning all. Welcome back to our YouTube channel MJ and PJ Commerce Classes. ആദ്യമായി നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിനും മോട്ടിവേഷനും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും മോട്ടിവേഷനും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് എക്കണോമിക്സ്, റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എന്നീ ടോപ്പിക്സ് ആണ്. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. കളക്ഷൻ ഓഫ് ഡേറ്റ, ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായും രണ്ട് ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് വൺ സോഴ്സസ് ഓഫ് ഡേറ്റ ആൻഡ് സെക്കൻഡ് വൺ മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. അതായത് ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് നമുക്ക് ഡാറ്റ ലഭ്യമാവുന്നത്, അതെങ്ങനെയെല്ലാം കളക്ട് ചെയ്യാം എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായ സോഴ്സസ് ഓഫ് ഡാറ്റ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വൈ ഡു വി കളക്ട് ഡാറ്റ? നമ്മൾ എന്തിനാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കാനും അനലൈസ് ചെയ്യാനും ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും വേണ്ടിയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പോവർട്ടി എന്ന എക്കണോമിക് പ്രോബ്ലമാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പോവർട്ടിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന് കാരണമായ ഫാക്ടേഴ്സിനെ കുറിച്ചും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. മാത്രമല്ല അത് അനലൈസ് ചെയ്യുകയും പിന്നീട് അത് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ, ആ പ്രോബ്ലം റെഡ്യൂസ് ചെയ്യാൻ വേണ്ട മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അടുത്തതായി ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട ചില ടേംസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേറ്റർ. The person who conducts a statistical enquiry is known as an investigator. ആരാണോ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നടത്തുന്നത് അവരെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് വിളിക്കുന്നു. Then second term, enumerator. The investigator needs the help of certain persons to collect the information. He is known as enumerator. ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഇൻവെസ്റ്റിഗേറ്ററിനെ സഹായിക്കുന്നവരെ നമ്മൾ എന്യൂമറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. Then next one, respondent. The persons from whom the statistical information is collected are known as respondents. അതായത് ആരാണോ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരിൽ നിന്നാണോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. അടുത്ത ടേം വേരിയബിൾ. എ വേരിയബിൾ റെഫേഴ്സ് ടു എ ക്വാണ്ടിറ്റി ഓർ ആട്രിബ്യൂട്ട് whose value varies from one investigation to another. എപ്പോഴും വാല്യൂസ് വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? വേരിയബിൾ എന്ന് വിളിക്കാം. സാധാരണയായി വേരിയബിൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എക്സ്, വൈ, സെഡ് എന്നീ ലെറ്റേഴ്സാണ് ഉപയോഗിക്കാറുള്ളത്. നെക്സ്റ്റ് വൺ, ഡേറ്റ. ദ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ആർ കോൾഡ് ഡേറ്റ. വേരിയബിൾസിൻ്റെ വാല്യൂസിനെ നമുക്ക് ഡാറ്റ എന്ന് വിളിക്കാം. ഡാറ്റ ഈസ് എ ടൂൾ വിച്ച് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലംസ് ബൈ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? ഡാറ്റ. വേരിയബിൾ, ഡേറ്റ എന്നീ ടേംസ് ഒന്നുകൂടി ക്ലിയറായി പഠിക്കാൻ നമുക്കൊരു എക്സാമ്പിൾ പരിശോധിക്കാം. 1970 മുതൽ 2002 വരെയുള്ള ഇന്ത്യയിലെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനെ കാണിക്കുന്ന ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇയേഴ്സ് എന്നതും പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് എന്നതും വേരിയബിൾസ് ആണ്. ഇയേഴ്സ് എന്ന വേരിയബിൾ എക്സ് എന്ന ലെറ്റർ കൊണ്ടും പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് എന്ന വേരിയബിൾ വൈ എന്ന ലെറ്റർ കൊണ്ടും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. എക്സ് ആൻഡ് വൈ വേരിയബിൾസിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റയിലൂടെ നമുക്ക് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 1971 108 മില്യൺ ടൺ ആയിരുന്നു ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. അത് 2001-2002 ആയപ്പോഴേക്കും 212 മില്യൺ ടണ്ണായി വർദ്ധിച്ചു. നമ്മുടെ അടുത്ത ടോപ്പിക്ക് സോഴ്സസ് ഓഫ് ഡേറ്റ. ഏതെല്ലാം സോഴ്സിൽ നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം? Data may be collected either from a primary source known as primary data or from a secondary source known as secondary data.
ഡാറ്റ പ്രൈമറി സോഴ്സിൽ നിന്നോ സെക്കൻഡറി സോഴ്സിൽ നിന്നോ കളക്ട് ചെയ്യാം. പ്രൈമറി സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റയെ പ്രൈമറി ഡാറ്റ എന്നും സെക്കൻഡറി സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റയെ സെക്കൻഡറി ഡാറ്റ എന്നും പറയുന്നു. ഇനി പ്രൈമറി ഡാറ്റ എന്താണെന്ന് നോക്കാം. പ്രൈമറി ഡാറ്റ ആർ ദോസ് വിച്ച് ആർ കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം by an investigator or agency for some specific purpose. ഒരു ഇൻവെസ്റ്റിഗേറ്ററോ ഒരു ഏജൻസിയോ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ആദ്യമായി ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഡാറ്റയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന ഡാറ്റ ആയതുകൊണ്ട് ഇത്തരം ഡാറ്റ ഒറിജിനൽ ആയിരിക്കും. ഇത്തരം ഡാറ്റയെ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ഡേറ്റ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്നൊക്കെ വിളിക്കാം. എക്സാമ്പിൾ, പോപ്പുലേഷൻ സെൻസസ് കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇതൊരു പ്രൈമറി ഡാറ്റയാണ്. പോപ്പുലേഷൻ സെൻസസ് എടുക്കാൻ നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ വരാറുണ്ട്. അവർ നേരിട്ട് വന്ന് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം ഡാറ്റയെ നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നു. പ്രൈമറി ഡാറ്റ വൺസ് കളക്റ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബിക്കംസ് സെക്കൻഡറി ഡാറ്റ. കളക്ട് ചെയ്ത പ്രൈമറി ഡാറ്റ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ ഉപയോഗിച്ചാൽ അതിനെ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നു. ഇനി സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് നോക്കാം. ഡേറ്റ വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി കളക്റ്റഡ് ബട്ട് റാദർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ് സോഴ്സസ് ആർ കോൾഡ് സെക്കൻഡറി ഡാറ്റ. നേരിട്ട് കളക്ട് ചെയ്യാത്തതും പബ്ലിഷ്ഡോ അൺപബ്ലിഷ്ഡ് സോഴ്സിൽ നിന്ന് ലഭിച്ചതോ ആയ ഡാറ്റയെ സെക്കൻഡറി ഡാറ്റ എന്ന് വിളിക്കുന്നു. സെക്കൻഡറി ഡാറ്റയെ സെക്കൻഡ് ഹാൻഡ് ഡാറ്റ എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം ഇത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചതും ഉപയോഗിച്ചതുമായ ഡാറ്റ ആയതുകൊണ്ടാണ്. സെക്കൻഡറി ഡാറ്റ ഒറിജിനൽ ഡാറ്റ അല്ല. എന്തുകൊണ്ടാണ്? എന്യൂമറേറ്റേഴ്സോ ഇൻവെസ്റ്റിഗേറ്ററോ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ അല്ല സെക്കൻഡറി ഡാറ്റ. മറ്റുള്ളവർ കളക്ട് ചെയ്ത ഡാറ്റ ഉപയോഗിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗവൺമെൻറ് പലതരത്തിലുള്ള എക്കണോമിക് സർവേസ് നടത്താറുണ്ട്. ഇത്തരം സർവേ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാറുമുണ്ട്. പബ്ലിഷ് ചെയ്ത എക്കണോമിക് സർവേ റിപ്പോർട്ട്സ് ഏതൊരാൾക്കും റെഫർ ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കും. ഇത്തരം ഡാറ്റയെ നമുക്ക് സെക്കൻഡറി ഡാറ്റ എന്ന് വിളിക്കാം. ഇൻ ഷോർട്ട്, എന്യൂമറേറ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന ഡാറ്റയെ പ്രൈമറി ഡാറ്റ എന്നും ഇതേ ഡാറ്റ വേറൊരാൾ യൂസ് ചെയ്താൽ അതിനെ സെക്കൻഡറി ഡാറ്റ എന്നും പറയുന്നു. വേറെ എക്സാമ്പിളും കൂടി നമുക്ക് പരിശോധിക്കാം. ബർത്ത് റേറ്റിനെ പറ്റിയുള്ള ഡാറ്റ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് കളക്ട് ചെയ്യാറുണ്ട്. ഇത് പ്രൈമറി ഡാറ്റയാണ്. അതേസമയം നമ്മൾ ഈ ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റ ഉപയോഗിച്ചാൽ അത് സെക്കൻഡറി ഡാറ്റയായി മാറുകയും ചെയ്യുന്നു. അടുത്തതായി പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് സാധാരണയായി എക്സാമിന് ചോദിക്കാറുണ്ട്. എപ്പോഴും ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ് വരച്ച് അതിൻ്റെ പോയിന്റ്സ് എഴുതി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും മാർക്ക് കിട്ടാൻ കൂടുതൽ എളുപ്പം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്ന്. ഫസ്റ്റ് വൺ, ഒറിജിനാലിറ്റീൻ്റെ ബേസിസിൽ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഒറിജിനൽ ആണ്. പ്രൈമറി ഡാറ്റ ആർ ഒറിജിനൽ ബിക്കോസ് ദേ ആർ കളക്റ്റഡ് ബൈ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ്. ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന ഡാറ്റ ആയതുകൊണ്ട് പ്രൈമറി ഡാറ്റ ഒറിജിനൽ ആണ്. പക്ഷേ സെക്കൻഡറി ഡാറ്റയോ? സെക്കൻഡറി ഡാറ്റ ആർ നോട്ട് ഒറിജിനൽ സിൻസ് ഇൻവെസ്റ്റിഗേറ്റർ മേക്സ് യൂസ് ഓഫ് ദ ഡാറ്റ കളക്റ്റഡ് ബൈ അതർ ഏജൻസീസ്. സെക്കൻഡറി ഡാറ്റ ഒറിജിനൽ അല്ല, കാരണം ഇൻവെസ്റ്റിഗേറ്റർ എന്താ ചെയ്യുന്നത്? ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റ യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് സെക്കൻഡറി ഡാറ്റ ആർ നോട്ട് ഒറിജിനൽ. ദെൻ സെക്കൻഡ് പോയിന്റ് ഓഫ് ഡിഫറൻസ്, ടൈം ഫാക്ടർ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് കൂടുതൽ ടൈം ആവശ്യമാണ്. ഇറ്റ് റിക്വയർസ് ലോങ്ങർ ടൈം ഫോർ ഡാറ്റ കളക്ഷൻ. കാരണം ഇൻവെസ്റ്റിഗേറ്ററോ എന്യൂമറേറ്ററോ നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിന് ഒരുപാട് സമയമെടുക്കും. അതേസമയം ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റയായി നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് അധികം സമയം ആവശ്യമില്ല. ദെൻ തേർഡ് പോയിന്റ്, കോസ്റ്റ് ഫാക്ടർ. The collection of primary data requires a considerable amount of money and personnel as whole plan of investigation is initiated. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യേണ്ടി വരും, അതേസമയം കോസ്റ്റും കൂടുതലാണ്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള കോസ്റ്റ്
കൂടുതലാണ്. കാരണം ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് പോയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, അതിന് എക്സ്പെൻസ് കൂടുതലായിരിക്കും. അതേസമയം സെക്കൻഡറി ഡാറ്റ ആർ ചീപ്പർ ആസ് ദേ ആർ ടേക്കൺ ഫ്രം പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ് മെറ്റീരിയൽ. ഓൾറെഡി കളക്ട് ചെയ്തു വെച്ച ഡാറ്റ യൂസ് ചെയ്യുന്നതുകൊണ്ട് സെക്കൻഡറി ഡാറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടാൻ അധികം എമൗണ്ട് നമുക്ക് സ്പെൻഡ് ആവുന്നില്ല. ദെൻ തേർഡ് പോയിന്റ്, റിലയബിലിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി. Primary data is more reliable and suitable to the inquiry as the investigator himself collects it. മോർ റിലയബിളും സ്യൂട്ടബിളും ആയിട്ടുള്ള ഡാറ്റ എപ്പോഴും പ്രൈമറി ഡാറ്റ ആയിരിക്കും. കാരണം അത് ഒറിജിനൽ ആണ്, അത് വിശ്വാസയോഗ്യമാണ്, നേരിട്ട് പോയി കളക്ട് ചെയ്യുന്നതുകൊണ്ട്. സെക്കൻഡറി ഡാറ്റ ഇസ് ലെസ് റിലയബിൾ ആൻഡ് ലെസ് സ്യൂട്ടബിൾ ആസ് someone else has collected the data which may not serve the purpose. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് റിലയബിൾ ആയിക്കൊള്ളണമെന്നില്ല. Then next point, precautions. There is no great need for precautions while using primary data. പ്രൈമറി ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുമ്പം അതിനെപ്പറ്റി കൂടുതൽ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം അത് ഒറിജിനൽ ആണ്, അത് 100% നമുക്ക് നേരിട്ട് കളക്ട് ചെയ്ത ഡാറ്റ ആയതുകൊണ്ട് വിശ്വാസയോഗ്യമാണ്. ബട്ട് സെക്കൻഡറി ഡാറ്റ ഷുഡ് ബി യൂസ്ഡ് വിത്ത് ഗ്രേറ്റ് കെയർ ആൻഡ് കോഷൻ. നേരിട്ട് കളക്ട് ചെയ്യാത്ത ഡാറ്റ ആയതുകൊണ്ട് സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഓർഗനൈസേഷൻ ഫാക്ടർ. കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ റിക്വയേഴ്സ് എലാബറേറ്റ് ഓർഗനൈസേഷൻ സെറ്റപ്പ്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർഗനൈസേഷനിൽ അതിൻ്റേതായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് വരുത്തേണ്ടി വരും. അതേസമയം സെക്കൻഡറി ഡാറ്റ കളക്ഷൻ ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ്ങിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ യൂസ് ചെയ്ത് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുന്നതിന് ഓർഗനൈസേഷണൽ സെറ്റപ്പിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ഇത്രയാണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസസ്. ഇന്ന് നമ്മൾ പഠിച്ചത് സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എനി ഡൗട്ട് പ്ലീസ് കമൻറ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.